2.5 വയസ്സായപ്പോഴത്തേന് അവരെ വീട്ടിലെ പട്ടിയുടെ അടുത്ത് പോയി കളിക്കാൻ തുടങ്ങി. അപ്പം പട്ടി മുഖമല്ല ഇങ്ങനെ എല്ലാം കടിച്ചു പറിച്ചാണ് മുഖമെല്ലാം. അന്ന് 9 സ്റ്റിച്ച് അങ്ങനെ എൻ്റെ മുഖത്തുണ്ടായിരുന്നു. അങ്ങനെ അതിന് വലിയൊരു ദോഷം എനിക്ക് സംഭവിച്ചു. എൻ്റെ കണ്ണിൻ്റെ വലത്തെ കണ്ണിൻ്റെ ഈ ഭാഗത്തൊരു നരമ്പുണ്ട്, അത് മുറിഞ്ഞു പോയി. അങ്ങനെ ഒരു 18 വയസ്സ് വരെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്നോട് എല്ലാവരും ചോദിക്കും, എന്തിനാ സ്കൂളിലൊക്കെ പഠിക്കുമ്പം എന്തിനാ കുട്ടി എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തിനാ എപ്പോഴും കരയുന്നത്? അതിങ്ങനെ കണ്ണിൽ കൂടെ വന്നുകൊണ്ടിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡോക്ടർമാർ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു 18 വയസ്സാകാതെ ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ 18ാമത്തെ വയസ്സിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത് ഓപ്പറേഷൻ ചെയ്തു. അതോടുകൂടി കണ്ണിന്റെ പ്രശ്നം പരിഹരിച്ചു. അപ്പം ആ ഒരു കൊച്ചുമുറിയിലെന്നാ വീടിന്റെ പേര്. ആ കൊച്ചുമുറി തറവാടുമായിട്ടുള്ളതാണ് എൻ്റെ ആദ്യത്തെ ബന്ധം. രണ്ടാമത്തെ ബന്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ മുത്തശ്ശനെ അപ്പച്ച എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഒരു കുറച്ച് സീരിയസ് ആയ ബന്ധമാണ്. 1983 എൻ്റെ 20ാമത്തെ വയസ്സിലാണ് എനിക്കൊരു കല്യാണം നടന്നു. 13 ദിവസം അത് നീണ്ടു നിന്നുള്ളൂ. 13ാമത്തെ ദിവസം അത് ഡൈവോഴ്സായി. അതായത് ഞാൻ ഡിഗ്രിക്ക് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കല്യാണം കാരണം എൻ്റെ പഠിത്തം പോയി, എല്ലാം പോയി. അത് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് അത് വേണ്ടെന്ന് തോന്നി, അത് ഡൈവോഴ്സായി. 13 ദിവസം മാത്രമേ ജീവിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ആ പുള്ളിക്കാരനൊരു പട്ടാളത്തിലെ ഒരു സ്റ്റെനോ ആയിരുന്നു. അദ്ദേഹം ബീഹാറിന് പോയി. ഞാൻ നേരെ പഠിക്കാൻ തിരുവനന്തപുരത്ത് പോയി. അവിടെ ഹോസ്റ്റലിൽ നിന്ന് ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പിറ്റേ വർഷമാണ് നാട്ടിലോട്ട് വരുന്നത്. നാട്ടിലെല്ലാം നാണക്കേടായി. തിരുവനന്തപുരത്തു നിന്ന് തിരിച്ചു വന്നു. BSc ഒക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. അപ്പം B.Ed പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം അതിനിടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു. അപ്പം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു, ഒരു എലന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ട്യൂട്ടോറിയൽ കോളേജ്. എലന്തൂർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം നരവല്ലിയുടെ കാര്യം. ശരിയാണ്, അവിടെ തന്നെയാണ്. എലന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ട്. അവിടെ പോയി കുറച്ച് ദിവസത്തേക്കിന് പഠിപ്പിക്കാൻ. അങ്ങനെ ഞാനവിടെ പഠിപ്പിക്കാൻ പോയി. അങ്ങനെയാണ് എൻ്റെ ബയോളജിക്കൽ ഫാദറായ PN രാമന്റെ ഒരു ശിഷ്യനായ സന്തോഷ് വർഗീസ് എന്ന ഒരാളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞങ്ങൾ ഫാമിലിപരമായിട്ട് അവരുമായിട്ട് പരിചയമുള്ളതാണ്. പ്രക്കാനത്ത് തന്നെയാണ് അവരുടെ വീടും. പിന്നെ സന്തോഷിന്റെ പപ്പയും എൻ്റെ അമ്മയും ഒന്നിച്ച് ഒരു സ്കൂളിൽ പഠിച്ചവരാണ്. എൻ്റെ അച്ഛൻ വാഴമുട്ടം സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അവിടുത്തെ ടീച്ചറായിരുന്നു സന്തോഷ് വർഗീസിന്റെ അമ്മ. ഇവര് പാരമ്പര്യപരമായിട്ട് ഇടതുപക്ഷക്കാരാണ്. ഇവര് അസുരന്മാരാണെന്നൊക്കെ എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. അപ്പൊ എന്തായാലും വേണ്ടില്ല, എന്നെക്കാളും 4 വയസ്സിന് പ്രായം കുറവായിരുന്നു സന്തോഷ് വർഗീസിന്. എനിക്ക് 21 വയസ്സും അദ്ദേഹത്തിന് 17 വയസ്സും. എന്തായാലും ഞങ്ങൾ പ്രണയത്തിലായി. അവസാനം B.Ed ഒന്നും നടന്നില്ല. ഞങ്ങൾ തമ്മിൽ ഒളിച്ചോടി ഇടുക്കിയിലാണ് പോയത്. രാമക്കൽ മേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ പോയി ഞങ്ങൾ കുറെ നാൾ താമസിച്ചു. അവയ്ക്കിൽ 2 മക്കളുണ്ടായി. ആദ്യത്തെ കുഞ്ഞ് മരിച്ചുപോയി. രണ്ടാമത്തെ മോൻ ഇപ്പോഴും ഉണ്ട്. മോന് 38 വയസ്സായി. സന്തോഷ് വർഗീസ് ഞാനുമായിട്ട് ഏകദേശം 1984 തൊട്ട് 1990 ബോംബെ വരുന്നിടം വരെ ഞങ്ങൾ ജീവിച്ച 6 വർഷം ഒന്നിച്ച് അദ്ദേഹമായിട്ട് ജീവിച്ചു. അതും അടിച്ചു പിരിഞ്ഞു. അപ്പം എല്ലാം കൊണ്ടും പേരുദോഷമാണ് എനിക്ക്. കാരണം ആദ്യത്തെ വിവാഹം 13 ദിവസം കഴിഞ്ഞ്, അത് 1983 13ാമത്തെ ദിവസം വേർപെടുക എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു സാധാരണ സംഭവമല്ലായിരുന്നു. അത് കഴിഞ്ഞ് 1 വർഷം തികയുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രശ്നമായി. അന്യമതക്കാരൻ